US വിസ നിയമങ്ങളൊക്കെ കടുപ്പിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ആശങ്കയുള്ളതല്ലേ? തീർച്ചയായിട്ടും വലിയ ആശങ്കയാണ് വരുന്നത്. അതിൽ ഈ അപേക്ഷകർക്കെല്ലാം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഇത് എന്നുള്ളതാണ്. വിസ അഭിമുഖങ്ങൾക്കുള്ള സ്ഥലങ്ങൾ പരിമിതപ്പെടുത്തുന്നു. വിസ ഇൻ്റർവ്യൂവിന് നമ്മൾ പോകില്ല, നമ്മുടെ ഇവിടെ ചെന്നൈയിലൊക്കെയാണ് തോന്നുന്നത് വിസ അവരുടെ എംബസി ഉള്ളത്. അപ്പോൾ സാധാരണ കേരളത്തിൽ നിന്നുള്ളവർക്ക് അവിടെ പോയിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പരിമിതമായ അറിവാണ്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പോയിട്ടാണ് ഈ പറയുന്ന അമേരിക്കൻ വിസയൊക്കെ വാങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ വിസ മാത്രമല്ല, അതുപോലെ ഈ മറ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ വിയറ്റ്നാം, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ പോയിട്ടും തായ്ലാൻഡിലൊക്കെ പോയിട്ടൊക്കെ അമേരിക്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അവരുടെയൊക്കെ അഭിമുഖങ്ങൾ നടത്തി അവിടുന്ന് പോകാൻ കഴിയുമായിരുന്നു, അവിടുന്ന് നേടാൻ കഴിയുമായിരുന്നു വിസ നേടാൻ. പക്ഷേ ഇപ്പോൾ ഒരു കർശനമായ വ്യവസ്ഥ വന്നിരിക്കുന്നു. ഇത്തരം രാജ്യങ്ങളിലൊന്നും മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അഭിമുഖത്തിൽ പങ്കെടുക്കുകയും ഈ പറയുന്ന വിസ നേടുകയും വേണമെന്നുള്ള ഒരു വ്യവസ്ഥ കൂടി കർശനമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഭിമുഖങ്ങൾ പരമാവധി ഒഴിവാക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അഭിമുഖം നടത്തിയാലല്ലേ വിസ കൊടുക്കേണ്ടതുള്ളൂ, അപ്പോൾ അഭിമുഖം നടത്തിയില്ലെങ്കിൽ വിസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആ ഒരു നയവും കൂടി അമേരിക്ക എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ജോലി തേടി പോകുന്നവർ, അതുപോലെ തന്നെ മറ്റ് ടെക്നോക്രാറ്റുകൾ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് ഇനി മാറും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 8 മുതലാണ് ഇന്ത്യക്കാർക്ക് ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് എംബസികളിൽ നിന്ന് ഈ പറയുന്ന അഭിമുഖം നടത്താനുള്ള കഴിയാത്ത ഒരു നിയമം അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പൂർണ്ണമായും അവസാനിക്കുകയാണ് അത് ചെയ്തത്. ഇനി ഇന്ത്യ അപേക്ഷകർ അവരുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്നുള്ളതും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അഭിമുഖങ്ങൾക്കായി നേരത്തെ ഉണ്ടായിരുന്ന 15 മുതൽ 20 മാസം വരെയുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാൻ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു ഈ രീതിയിലുള്ള മറ്റ് രാജ്യങ്ങളിൽ പോയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതും ഇപ്പോൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സെപ്റ്റംബർ 2 മുതൽ ബിസിനസ്, ടൂറിസ്റ്റ്, അതായത് B1, B2 അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ F വിസകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അഭിമുഖങ്ങൾ ഒഴിവാക്കൽ നയങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിസകൾ ആവശ്യമുള്ള ഭൂരിഭാഗം ആൾക്കാർക്കും നേരിട്ടുള്ള അഭിമുഖം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് H1B വിസകളിലും വലിയ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അമേരിക്കൻ സർക്കാർ H1B വിസകളിൽ പുതിയ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉയർന്ന ശമ്പളമുള്ള തൊഴിലാളികൾക്ക് മുൻഗണന നൽകുക, ക്യാപ്പ് ഒഴിവാക്കിയുള്ള നിയമനങ്ങളിൽ മാറ്റം വരുത്തുക, ജീവനക്കാർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ അവർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഈ മാറ്റങ്ങൾ ഇന്ത്യക്ക് ടെക് പ്രൊഫഷണലുകളെ കാര്യമായിട്ട് ബാധിക്കാനിടയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പറയുന്നു ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമാണ്. അധികം വൈകാതെ ഇത് അമേരിക്കയെ ബാധിക്കും. കാരണം അവർക്ക് അവിടുത്തെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഭീമമായ തുക ചിലവഴിക്കേണ്ടി വരും. എന്നാൽ ഇന്ത്യക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിസ്സാരമായ തുക ചിലവഴിച്ചാൽ മതിയാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിസയുടെ ഇൻ്റഗ്രിറ്റി ഫീസും കൂട്ടിയിട്ടുണ്ട്. അത് വലിയ രീതിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ എല്ലാ നോൺ ഇമിഗ്രൻറ്റ് വിസകൾക്കും H1, അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ B1 വിസ, B2 വിസ, F വിസ, H വിസ, H1B വിസ, J വിസ, ഇങ്ങനെയൊക്കെയുള്ള തുടങ്ങിയ വിസകൾക്ക് പുതിയ ഇൻ്റഗ്രിറ്റി ഫീസ് കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഫീസ് എല്ലാ വർഷവും ഉപഭോക്തൃ സൂചികയെ അടിസ്ഥാനമാക്കി ക്രമീകരിക്കും. അതായത് എല്ലാ വർഷവും ഇത് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഈ ആൾക്കാർ ഇത്രയും വലിയ ഭാരിച്ച ചിലവുകൾ വരുമ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നത് ചുരുക്കേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി വിസ നേടണമെന്നുണ്ടെങ്കിൽ ഇവരെ നിരീക്ഷിക്കും. അതായത് 55 ദശലക്ഷം വിദേശ വിസ ഉടമകളെ തുടർച്ചയായി നിരീക്ഷിക്കുന്ന കണ്ടിന്യൂസ് വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതിയും കൂടെ, പുതിയ സംവിധാനവും കൂടെ US അധികൃതർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള. കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർ, വിസ കാലാവധി കഴിഞ്ഞിട്ട് രാജ്യത്ത് തങ്ങുന്നവർ, ഭീകരവാദവുമായി ബന്ധമുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറയുന്ന സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങളിൽ പോസ്റ്റ് ഇടുന്നവർ, ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് 6000-ലധികം വിദ്യാർത്ഥി വിസകൾ ഈ നിരീക്ഷണത്തിലൂടെ റദ്ദാക്കി. നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ കിടന്നിട്ട് ഘോരഘോരം പ്രസംഗിച്ച് ഈ പറയുന്ന പാലസ്തീൻ അനുകൂല പരിപാടികളും ഭീകരവാദത്തിന് അനുകൂലമായ പരിപാടികളും ടുക്കടെ എന്നൊക്കെ പറയുന്നവരും, കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണമെന്നൊക്കെ പറയുന്നവരുമായിട്ടുള്ള വിദ്യാർത്ഥി സഖാക്കളുണ്ടല്ലോ, ഈ സഖാക്കളൊക്കെ അമേരിക്കയ്ക്കകത്തോട്ട് ഇനി കാല് കുത്താൻ പറ്റൂല. ബൂർഷ്വാ രാജ്യം ഒന്നും കൂടെ പറയാനുള്ള അവസരം ഒരു കൊടുക്കും. കാര്യം അമേരിക്കയിൽ പോകാൻ പറ്റില്ല. ഈ ഇവിടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, JNU, ഇവിടെ നിന്നൊക്കെ അമേരിക്കയിൽ പോയി
റിസർച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവർക്കൊക്കെ ഇനി വിസ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 6000 വിദ്യാർത്ഥികളുടെ വിസകൾ ഇതിലൂടെ റദ്ദാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി വിസയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 4 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥി വിസ. ഇവിടെ നിന്നൊരു PG കോഴ്സിന് പോവുകയാണെങ്കിൽ ഏതാണ്ട് 3 വർഷത്തോളം എടുക്കും അവരുടെ പ്രോജക്റ്റും കാര്യങ്ങളും മറ്റേ അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2 വർഷത്തെ യൂണിവേഴ്സിറ്റി PG ഡിഗ്രിക്ക് 3 വർഷം വരെ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൂടി അത് ഒരുപക്ഷെ നടന്നേക്കും. അത് കഴിഞ്ഞിട്ടൊരു PhD ചെയ്യണമെന്ന് പറഞ്ഞാൽ PhD തുടങ്ങി 1 വർഷമാകുമ്പോൾ തിരിച്ചു പോരേണ്ടി വരും, വിസ പുതുക്കി കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിദ്യാർത്ഥികളെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇത് ഗുരുതര പ്രശ്നമാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ മാറ്റങ്ങൾ അപേക്ഷകർക്ക് വലിയ സാമ്പത്തിക സമയനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ US യാത്ര ആസൂത്രണം ചെയ്യുന്നവർ അത് വ്യക്തമായ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആസൂത്രണം ചെയ്യാൻ. ഇല്ലെങ്കിൽ സമയവും പോവും പൈസയും പോവും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. വിസ കിട്ടുകയില്ല, അങ്ങനത്തെ കുറേ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കാൻ ഫീസ് അടയ്ക്കണമല്ലോ. ഫീസെല്ലാം അടച്ചതിന് ശേഷമല്ലേ ഈ വിസ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ പൈസ പോവും, പ്രോസസ്സ് ചെയ്യുന്ന വിസയിൽ നിന്നും കിട്ടണമെന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അമേരിക്ക വലിയ സങ്കുചിതത്വ മനോഭാവത്തിലേക്ക് കൂപ്പുകുത്തുന്നതിൻ്റെ ഒരു കുഴപ്പമാണത്. അവരുടെ അവസാനം എന്ന് പറയുന്നത് അവർക്ക് തന്നെയുള്ള കുഴിയാണ്. ഉറപ്പായിട്ടും അവർക്ക് വലിയ തിരിച്ചടി ഇതിൽ നിന്നുണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. അവരുടെ മുന്നോട്ട് പോക്കിനെ ഇത് ഗുരുതരമായിട്ട് ബാധിക്കും. ഇവർക്ക് സാധാരണഗതിയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ഒരു രാജ്യത്തിനകത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും ടാക്കിൾ ചെയ്ത് ശരിയാക്കി കൂടുതൽ ലിബറലാക്കി കുറച്ചുകൂടി ഫ്രീ ആക്കുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. അമേരിക്ക ഇതിനെല്ലാം കൂടെ കൂട്ടിപ്പിടിക്കാൻ നോക്കുകയാണ്. അവരുടെ കച്ചവടം നടക്കണം, അവരുടെ ആൾക്കാർക്ക് മാത്രം മുന്നോട്ട് പോയാൽ മതി, അവർക്ക് ആവശ്യമുള്ളവരെ മാത്രം കയറ്റിയാൽ മതി, എല്ലാവരും ഒന്ന് കയറ്റട്ടെ, ഇങ്ങനെയൊക്കെയുള്ള വികലമായ നയങ്ങളിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിനെ ടാക്കിൾ ചെയ്യുക, അവരുടെ സാമ്പത്തികമായ തകർച്ചയാണ് അവർ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, അവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൽ നഷ്ടമാകുന്നത് ആ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്, അതിൻ്റെ മുന്നോട്ട് പോക്കാണ്. ഇവർക്ക് വലിയ തിരിച്ചടി സമീപ ഭാവിയിലുണ്ടാകും. എന്തായാലും അമേരിക്കയ്ക്ക് ഇത് അത്ര സുഖകരമായ ഒരു കാര്യമായിരിക്കില്ല മുന്നോട്ട് പോക്കിൽ. അവർക്ക് ഈ IT പ്രൊഫഷണലുകളുടെ കുറവ് ഉണ്ടാവുകയും അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ആ രാജ്യത്തെ നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിശ്വാസ്യതയില്ലാത്ത ബന്ധങ്ങളിൽ കൂടെ അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ മങ്ങും. എല്ലാ കാലത്തും ലോകക്രമം ഇങ്ങനെ ആയിരിക്കില്ല. അമേരിക്ക താഴെ പോകുന്നതിൻ്റെ സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് പോവുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പുരോഗമിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും സമയത്ത് ആ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നാൽ അവരൊന്നും അമേരിക്കയെ വിശ്വസിക്കില്ല, അവരാരും അമേരിക്കയെ ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല. എന്തായാലും വിസ പരിഷ്കരണം ഇന്ന് ഇന്ത്യക്ക് തിരിച്ചടിയാണ്, ശരിയാണ്. പക്ഷേ നാളെ അത് അമേരിക്കയ്ക്ക് വലിയ കോടാലിയായിട്ട് മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.